എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ വിഭവമാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മരച്ചീനി പുഴുങ്ങിയതാണ്. അതല്ല കേട്ടോ, ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഇത് ഉരുളക്കിഴങ്ങല്ല, മരച്ചീനിയല്ല. അപ്പോൾ പിന്നെ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ? എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. ഇത് നിങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. അതിൻ്റെ രസക്കൂട്ട് ഞാനൊന്നും കൂടി പറഞ്ഞു തരുന്നു എന്ന് മാത്രം. ഇതെന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇത് നമ്മുടെ മധുരക്കിഴങ്ങാണ്. ഞങ്ങൾ കപ്പ എന്നാണ് പറയുക ഞങ്ങളുടെ നാട്ടിൽ. തമിഴ്നാട്ടിൽ ചക്കരവള്ളി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലി കളയാണ്. ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ പല വിശേഷങ്ങളും ഒക്കെ ഞാൻ കഴിഞ്ഞ പല വീഡിയോകളിലും പങ്കുവച്ചിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ കാണണം. കണ്ടാൽ മാത്രം പോരാ, ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അമ്മൂസ് അവിയലിൻ്റെ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ ഒരു പഴയ നൊസ്റ്റാൾജിക് വിഭവമാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഒരേപോലെയുള്ള കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുകയാണ്. വല്ലാതെ വേവിച്ചില്ല, വല്ലാതെ ഉടയാൻ സമ്മതിച്ചില്ല. അതിന് മുമ്പ് ഞാൻ ഊറ്റിയെടുത്തു. ഇടയ്ക്ക് ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് കഷ്ണം നോക്കുന്നതിനിടയിൽ ഇടയ്ക്ക് വരുന്ന കഷ്ണം വായിലൊക്കെ പോകണത് ഒരു രസമല്ലേ. വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നന്നാക്കുന്നതിനിടയിൽ ഞാൻ ടി വിയിലുള്ള പോരാമം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടി വിയിലൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നോട്ടങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത് അങ്ങനെ കഷ്ണമാക്കി നുറുക്കിയെടുത്തു. അധികം വലിപ്പമില്ലാത്ത കഷ്ണങ്ങളാക്കിയിട്ട് നാലാക്കി മുറിച്ചിട്ട് ഇങ്ങനെ ഒരേപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകട്ടോ. എൻ്റെ ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെളിച്ചെണ്ണ പോയി തുടങ്ങിയപ്പോൾ ഞാനതിലേക്ക് ഒരു ടീസിൻ്റെ കടുക് ഉഴുന്നുപരിപ്പിടുന്നുണ്ട്. പിന്നെ അതാ കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇടുന്നത്. അത് കഴിഞ്ഞ് പച്ചമുളക് ഒരെണ്ണം നീളത്തിലുള്ള പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു സബോള ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ട്. സബോള മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതായത് പച്ചമുളക്, കറിവേപ്പില, സബോള, പച്ചമുളക് ഒരെണ്ണം അതിട്ട് ഞാൻ നല്ല പോലെ വഴറ്റുന്നു. വഴറ്റി വന്ന് ചുവന്ന കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുമ്പോൾ ലേശം ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളി വേഗം മൂത്ത് കിട്ടും. അതിനുവേണ്ടി ലേശം ഉപ്പെടുത്ത് വിതറിയിട്ടുണ്ടായിരുന്നു. ഇതാ ഉള്ളി നല്ലപോലെ ചുവന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്കിതാ ഉരുളക്കിഴങ്ങ് തട്ടിയിടുന്നു. അത് പിന്നെ വല്ലാതെ ഉടയാതെ ഉലർത്തിയെടുക്കുക. വല്ലാതെ ഉടയാൻ പാടില്ല. വല്ലാതെ ഇട്ട് അമുക്കി ഒന്നും ഇളക്കരുത്, അപ്പോൾ അത് ഉടഞ്ഞു പോവും. അപ്പോൾ പതുക്കെ ഉലർത്തിയെടുത്തിട്ട് നമ്മളത് ചൂടോടുകൂടി കഴിക്കാം. പപ്പടം കൂട്ടി കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. വേണമെന്നുള്ളവർക്ക് കുറച്ച് ചമ്മന്തി ഉപയോഗിക്കാം, അത് വേറെ ടേസ്റ്റ്. പക്ഷേ പപ്പടം കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എഴുതുക. മധുരക്കിഴങ്ങിൻ്റെ പല വിഭവങ്ങളും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പല വീഡിയോകളും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണണം, വിവരം എന്നെ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും അഭിപ്രായം എഴുതാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പപ്പടം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പുള്ളിക്കിഴങ്ങ്, അതായത് മരച്ചീനിയും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ. അപ്പോൾ മധുരക്കിഴങ്ങ് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. എവിടെ കണ്ടാലും മേടിക്കുക, ധൈര്യസമേതം മേടിക്കുക, കഴിക്കുക. അത് പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതുമാണ്. ഇതൊക്കെ അധിക സമയമൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, വിവരങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വിഭവങ്ങളുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു. സ്നേഹങ്ങളുടെ അമ്മു വേമ്പോ നാട്ടിൽ.